പ്രൗഢമായിരിക്കുമെന്ന് കണ്ടറിയാൻ. പാലക്കാട്ടെ നീക്കങ്ങൾക്ക് LDF ക്യാമ്പിൽ നേതൃത്വം നൽകി MP രാജേഷ് ഇപ്പോൾ ഫലം പുറത്തു വരുന്നതിനിടയിൽ പാർട്ടി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടുകളുടെ കണക്കുമൊക്കെ പുറത്തു വരുന്നുണ്ട്. UDFന് ലഭിച്ച വോട്ടിന്റെ ഏറെക്കുറെ പകുതിയാണ് ഇതുവരെ LDFന് ലഭിച്ച വോട്ട്. ഡോക്ടർ പീസറിന് ലഭിച്ച വോട്ട് 7ാം റൗണ്ട് വരെയുള്ള ഒഫീഷ്യൽ കണക്ക് വരുമ്പോൾ 28,062 വോട്ട് 28,062 വോട്ട് UDF കരസ്ഥമാക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമ്പോൾ 15,146 പീസറിന്റെ വോട്ട്. 15,146 വോട്ട് മാത്രമാണ് പീസറിന് ലഭിച്ചത്. അതേസമയം 28,062 വോട്ട് 7ാം റൗണ്ടിൽ തന്നെ ലഭിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 8ാം റൗണ്ടിലെ വോട്ട് കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ വലിയ വ്യത്യാസം LDFുമായി UDFനുണ്ട്. 8ാം റൗണ്ടിൽ 2,400 വോട്ടിന്റെ വ്യത്യാസം UDFും LDFും തമ്മിലുണ്ട്. അപ്പോൾ പകുതിയാണ് UDF ലഭിച്ച വോട്ടിന്റെ പകുതിയിലേക്ക് LDF എത്തിയിരിക്കുന്നു. പാലക്കാട്ടെ എന്നതാണ് ഇപ്പോഴത്തെ ചിത്രം. പാലക്കാട്ടെ വോട്ട് ആർക്കാണ്, വിജയം ആർക്കാണ് എന്ന് തീരുമാനിക്കുന്നത് വിശാലാക്ഷി സമേത വിശ്വനാഥനാണെങ്കിൽ ആ വലിയ തേര്, ആന മുന്നോട്ട് നീക്കുന്ന തേര്, അത് തെളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നത് പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. ബിജെപിയുടെ ഒരു പ്രതീക്ഷയും നിലനിൽക്കുന്നില്ല. എല്ലാം കട്ടപ്പുഴകി വീണിരിക്കുന്നു എന്നുള്ളതാണ്. 5,087 വോട്ടിന്റെ ലീഡ് നിലയാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വലിയ വിജയം പല സൂചനകൾ നൽകുന്നുണ്ട്. വർഗീയ വിഷയങ്ങൾ തീരെ ഏശിയിട്ടില്ല പാലക്കാട് എന്നുള്ളത് വ്യക്തമാണ്. ഒരു തരത്തിലുള്ള ധ്രുവീകരണവും ഉണ്ടായിട്ടില്ല. പറയുന്നത് പോലെയുള്ള ഇപ്പോൾ മുനമ്പം വഖഫ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചത് തൊട്ട് സുപ്രഭാതം സിറാജ് പത്രങ്ങളിലെ പരസ്യം വരെ ധ്രുവീകരണ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് പാലക്കാട് നടത്തിയിട്ടുള്ളത്. പരമാവധി ഒരു ജനാധിപത്യ സമൂഹത്തെ എങ്ങനെയൊക്കെ വിഭജിക്കാൻ കഴിയുമെന്നതിന്റെ പരീക്ഷണം പാലക്കാട് കണ്ടു എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങളോ വികസനമോ ചർച്ച ചെയ്യാതെ എല്ലാ ഘട്ടത്തിലും വർഗീയത മാത്രം സംസാരിച്ചു പോയത് ജനം നൽകിയ മറുപടി എന്ന് കാണേണ്ടി വരും. മധു, ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലായതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് പറയുന്നതിലൊക്കെ പല പരിമിതികളും ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പരസ്യം നൽകി ചില വിഭാഗങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് പത്രത്തിൽ പരസ്യം നൽകുക, അങ്ങനെ ഡിവൈഡ് ചെയ്ത് വോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുക, അങ്ങനെ നീക്കം നടത്തുക, അങ്ങനെ ഈ ഫോക്കസ് ചെയ്ത ഒരു സമുദായത്തെയും മതത്തെയും ഒക്കെ ഫോക്കസ് ചെയ്തൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാം. അതിനൊക്കെ ഒരു പരിധിയില്ലേ? അതിനൊക്കെ ഒരു പരിധി വേണമല്ലോ. ഇങ്ങനെയാണോ ഇടതുപക്ഷം എന്ന പുരോഗമന പക്ഷം പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. ജനങ്ങളുടെ ചോദ്യമുണ്ട്. ഈ റിസൾട്ടിൽ ജനങ്ങൾ അതിന് മറുപടി നൽകുന്നുണ്ട്. എങ്ങനെ ഏത് പരിധി വരെ പോകാം എന്നതൊക്കെ നിശ്ചയിക്കപ്പെടേണ്ടതുമാണ്. എന്ത് നീക്കവും അത് ജനം അംഗീകരിക്കും എന്ന പ്രതീതിയൊന്നും ഇല്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നതിന്റെ സൂചനയായി കൂടി ആത്മവിമർശനം അനിവാര്യമായി വരും. വലിയ പ്രത്യേകിച്ച് വഖഫ് അടക്കമുള്ള വിഷയങ്ങൾ വളരെ ഒരു വെള്ളത്തെ തീപിടിപ്പിക്കുന്ന വിധത്തിൽ കൽപ്പാത്തി അടക്കമുള്ള മേഖലകൾ നഷ്ടപ്പെടും എന്ന തരത്തിലൊക്കെയുള്ള വലിയ വർഗീയ പ്രചരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പത്രപരസ്യം കേവലമായി പൊതുസമൂഹത്തിൽ വന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. അതിനപ്പുറത്ത് താഴെത്തട്ടിൽ വെള്ളത്തെ തീപിടിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, കൺവെൻഷനുകളിൽ നിറഞ്ഞു നിന്ന അത്തരം കാര്യങ്ങളൊന്നും ഏശിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. BJP കേന്ദ്രങ്ങളിൽ തന്നെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതല്ലാതെ ഇപ്പൊ BJPക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണമോ ഹൈന്ദവ ഏകീകരണമോ അങ്ങനെയൊക്കെ പലരും ലക്ഷ്യമിട്ടിട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ്, ജനാധിപത്യമായ വിധി. കണക്കുകൂടി പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒരു കണക്കുകൂടി പറയാം. നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ ആണ്. ആക്യുറേറ്റ് ഇത്ര ഫിഗർ എന്നുള്ളതല്ല. നഗരസഭയിൽ BJP വലിയ ലീഡ് പ്രതീക്ഷിച്ചിരുന്ന നഗരസഭയിൽ സംഭവിച്ചതിന്റെ ചിത്രം ഇങ്ങനെയാണ്. UDF 33,320 വോട്ട് നേടി. നഗരസഭയിൽ UDF 33,320 വോട്ട് നേടി. BJPക്ക് ലഭിച്ചത് 28,340 വോട്ട് മാത്രം. 33,320 28,340. അതായത് 4,000 വോട്ടിന് പിന്നിൽ പോയി. 9,500 വോട്ടിന് ലീഡ് ചെയ്തെടുത്ത് 4,000 വോട്ടിന് പിന്നിൽ പോയിരിക്കുകയാണ് നഗരസഭയിൽ. നേരെ തിരിഞ്ഞു. നഗരസഭയിൽ ഇത്ര വോട്ടിന് പിന്നിലാണ്. ഒരു കണക്കുകൂടി 18,034 LDFന് ലഭിച്ച വോട്ട്, UDFന് 33. അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഒരു അല്പ വോട്ട് LDFന് നഗരസഭയിൽ അല്പ വോട്ട് കൂടിയിട്ടുണ്ട്. LDFന് കൂടിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു പിക്ചർ. പക്ഷേ ഇത് ഔദ്യോഗികമായ കണക്കല്ല. നമ്മുടെ പ്രതിനിധി അവിടെ നിന്ന് ഒരു ബൂത്തിലെയും കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ കണക്കാണ്. നേരിയ വ്യത്യാസങ്ങൾ, ചെറിയ സംഖ്യകളുടെ വ്യത്യാസം. 16,455 ആയിരുന്നു മുനിസിപ്പാലിറ്റിയിൽ. ഇത്തവണ അത് 18,034 കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സരിന് ഞാൻ വന്നതുകൊണ്ട് വോട്ട് കുറയുകയല്ല കൂടുകയാണ് ചെയ്തത് എന്ന് അവകാശപ്പെടാൻ കഴിയും. പക്ഷേ വിജയം ഒരു സംശയവുമില്ല, സുനിശ്ചിതമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്. 5,087 അത് പിരായിരിയിലെ ആദ്യത്തെ ബൂത്തുകൾ കൂടി എണ്ണുമ്പോഴുള്ള നമ്പറാണ്. അടുത്ത ഇനി വരാൻ പോകുന്ന കണക്കും പിരായിരിയിലെ കണക്കാണ്. അപ്പോൾ ഇത് വീണ്ടും 7,000 റേഞ്ചിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പിരായിരി കഴിഞ്ഞ തവണ 12,815 വോട്ടാണ് UDFന് കൊടുത്തത്. ലീഡ് മാത്രമുണ്ട് 6,000-ൽ പരം. അപ്പോൾ അത് ഇവിടെയും ആവർത്തിച്ചാൽ തന്നെ ടോട്ടൽ ലീഡ് 10,000 കടക്കും